നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, താക്കോല് മുറിയിലൊന്നുമില്ല. സാറിന്റെ പോക്കറ്റിൽ നോക്കിയേ. നന്ദിനി, താക്കോല് ഞാൻ കണ്ടില്ല. പിന്നെ എങ്ങനെ എന്റെ പോക്കറ്റിലുണ്ടാവുന്നേ? ഒന്ന് നോക്കടാ. മതിയോ? എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? സർ, താക്കോല് ഞാൻ രാവിലെ ഇവിടെ എടുത്ത് മേശപ്പുറത്ത് വെച്ചതാ. അത് വേറൊരിടത്തും പോകാൻ വഴിയില്ല. പിന്നെന്താ ഞാനെടുത്ത് വിഴുങ്ങിയ? അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? തനിക്ക് ഇന്നത്തെ മീറ്റിംഗിന്റെ സീരിയസ്നെസ് എന്താണെന്നറിയോ? ഒരു കാര്യത്തിന് പോകാൻ ഇറങ്ങി തിരിക്കുമ്പോ ഇങ്ങനെയുള്ള ഇറിറ്റേഷൻസ് ഉണ്ടായാല് ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് എന്താ പറയാ? ഞാൻ എന്ത് ചെയ്യാനാ സർ? ഞാൻ എടുത്തു വെച്ച സ്ഥലത്ത് കാണാനില്ല. സാറല്ലാതെ ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ ഞാൻ തന്നെ എടുത്തു താൻ സംശയിക്കുന്നു അല്ലേ? എന്റെ കാറിന്റെ ചാവി ഞാൻ തന്നെ എടുത്ത് നശിപ്പിക്കേണ്ട കാര്യം എന്താ? സൂര്യ, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ. ഉത്തരവാദിത്വം കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വെച്ചാ? ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ ഇതിനകത്ത്? എപ്പോ നോക്കിയാലും ജോലിയാണെന്ന് പറയുന്നതല്ലേ? ഇതാണോ തന്റെ ജോലി? ഈ ഉത്തരവാദിത്വം ഇല്ലായ്മയ്ക്ക് വേണ്ടിയാണ് താനിങ്ങനെ ഓടി നടക്കുന്നത്. സർ, വെറുതെ എന്നൊന്നും പറയണ്ട. കാറിന്റെ താക്കോലെടുത്തിട്ട് എനിക്ക് എന്തിനാ? ഞാൻ വണ്ടി ഓടിച്ച് നടക്കാൻ പോവാണോ? പറഞ്ഞ ഇപ്പൊ തന്നെ അങ്ങ് ഓടിക്കുമല്ലോ. എല്ലാം പിന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. സാറ് പറഞ്ഞോ, കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. താൻ കേൾക്കും, പക്ഷേ കേട്ടിട്ട് യാതൊരു പ്രയോജനമില്ലല്ലോ. കമ്പനി എന്താ, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് എന്താ, അതിന്റെ പ്രാധാന്യം എന്താ, അവിടെ വരുന്നവരുടെ വില എന്താ, ഇതെന്തെങ്കിലും തിരിച്ചറിയോ? ഇങ്ങോട്ട് നോക്ക്, തിരിച്ചറിയോ? സൂര്യ, മതി. വെറുതെ ആവശ്യമില്ലാതെ മോളെ ഒന്നും പറയണ്ട. എന്താ ഇവിടെ? അത് വേറൊന്നുമില്ല. വണ്ടിയുടെ ചാവി കാണുന്നില്ല. ഇനിയിപ്പോ തന്റെ കാർ എടുത്ത് പോട്ടെ, അല്ലെങ്കിൽ വല്ല ക്യാബും വരാൻ പറയാം. അതെ, എനിക്ക് ആരുടെ വണ്ടിയൊന്നും വേണ്ട. ഇത്ര പ്രധാനപ്പെട്ട ഒരു ബോർഡ് മീറ്റിംഗിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഇന്നലെ തന്നെ എന്നോട് പറയണമായിരുന്നു. അതോ അതുപോലെ ബോർഡ് മീറ്റിംഗിന് ചെന്നിട്ട് പറയോ ഭാര്യയുടെ പുണ്യ പ്രവൃത്തി കൊണ്ടാണ് വൈകിയെന്ന്? അപ്പൊ എല്ലാരും നിന്ന് കൈയടിക്കുമായിരിക്കും. അമ്മയോട് ഈ കാര്യത്തിൽ ഇടപെടാൻ ആരെങ്കിലും പറഞ്ഞോ? ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാനും എനിക്കറിയാം. എന്റെ പ്രശ്നം കമ്പനിയുടെ ബോർഡ് മീറ്റിംഗാ, അല്ലാതെ ഇവളുടെ സൗകര്യക്കുറവോ അല്ല. പത്മ, താൻ എന്താ ഈ കാണിക്കുന്നത്? എങ്ങനെങ്കിലും പൊയ്ക്കോ, പക്ഷേ നിർണായകമായ ഒരു ബോർഡ് മീറ്റിംഗിന് ഇത്ര ഇറിറ്റേഷൻ ആയിട്ട് ഒരാൾ കയറി ചെന്നാ അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? ഹലോ ആനന്ദ്. മാഡം, മീറ്റിംഗിന് എല്ലാവരും എത്തി. സൂര്യ സാർ ഇതുവരെ വന്നിട്ടില്ല. കുഴപ്പമില്ല, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്താം. ഞാനാ പങ്കെടുക്കുന്നേ. ഓക്കെ മാം. മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തോളാം. വേണ്ട, മീറ്റിംഗിന് എങ്ങനെ എത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ടെന്നാ പറഞ്ഞ. ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. കലങ്ങിയ മനസ്സുമായിട്ട് അവരുടെ മുന്നിൽ ചെന്നിരിക്കണ്ട. നിനക്ക് നിന്റെ കുടുംബ ജീവിതമല്ലേ വലുത്. എനിക്ക് ഈ കുടുംബം നോക്കുന്നത് പോലെ എന്റെ കമ്പനിയെ നോക്കണം. തൃപ്തിയായല്ലോ എനിക്ക്? നേരെ ചൊവ്വ ചാവി എടുത്ത് തന്നിട്ട് ഞാൻ ഓഫീസിലെത്തിയാണ്. സർ, ഞാൻ നോക്കിയെടുത്ത് തരാം. അത് നോക്കിയെടുത്ത് സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. പാവം, അവളോട് വെറുതെ ബഹളം വെക്കണ്ടായിരുന്നു. അച്ഛൻ കണ്ടല്ലോ ഇവിടുത്തെ ബഹളം. ആ ബഹളം മുതലെടുത്ത് ആരാ?
ഇറിറ്റേറ്റഡ് ആയ മൈൻഡുമായിട്ട് ബോർഡ് മീറ്റിംഗ് ചെന്ന് കയറണ്ടെന്ന്. കൽപ്പന കണ്ടില്ലേ പത്മ മാഡത്തിന്റെ? മമ്മി പറഞ്ഞാൽ എന്താ തെറ്റ്? നിനക്ക് ദേഷ്യം വന്നാല് ആരോടൊന്ന് നോക്കിയിട്ടാണോ നീ പെരുമാറുന്നത്? അതെ, പ്രധാനപ്പെട്ട കാര്യമല്ലേ. ആന്റി അത് കൃത്യമായിട്ട് ചെയ്തോളൂ. മതി, ഇനി നിങ്ങളായിട്ട് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട.